ഇന്ന് അവധി ദിവസം ആയതുകൊണ്ട് കുഞ്ഞിയേയും കൊണ്ട് സ്വിമ്മിംഗ് പൂളിൽ പോകാമെന്ന് വിചാരിച്ച് കുറേ ആയിട്ട് വിചാരിച്ചിരിക്കുകയാണ്. കുഞ്ഞിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുഞ്ഞു പിള്ളേർക്ക് വെള്ളത്തിൽ കളി ഭയങ്കര ഇഷ്ടമാണല്ലോ. ഇവിടെ സ്കേറ്റിങ്ങും എല്ലാം ഉണ്ട്. തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഈ ഒരു സ്കൂള് വരുന്നത്. അപ്പം നമ്മൾ കുഞ്ഞിയെ റെഡിയാക്കുവാണ്. ഇത് കുഞ്ഞിയുടെ അല്ല ഈ ക്യാപ്പൊക്കെ സ്വിമ്മിങ്ങിൻ്റെ അച്ഛയുടെ ആണ്. അച്ഛൻ ഉപയോഗിക്കുന്നതാണ് സ്വിമ്മിങ്ങിന് പോകുമ്പം. കുഞ്ഞിക്ക് പിന്നെയാണ് ഞങ്ങൾ പിന്നെ മേടിച്ചത്. എങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോൾ കുഞ്ഞ് ഡ്രസ്സിങ്ങൊക്കെ ചെയ്തിട്ട് ഡ്രസ്സ് കുഞ്ഞിയുടേത് ഇല്ലായിരുന്നു. നമ്മൾ ഇന്നലെ ഒരു കടയിൽ ചെന്നപ്പോൾ ഇല്ലായിരുന്നു. ഇപ്പം ഇവിടെ ഉണ്ട്, ഈ സ്കൂളിൽ തന്നെ ഉണ്ട്. അപ്പം കുഞ്ഞിയെ വെള്ളത്തിലോട്ട് ഇറക്കി. കുഞ്ഞിക്ക് ഭയങ്കര മടിയായിരുന്നു നീന്താനൊക്കെ. ഇറങ്ങാൻ ഇഷ്ടമാണ്, പക്ഷെ നീന്താനും എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. ചുമ്മാ നമ്മൾ വാട്ടർ പാർക്കിലൊക്കെ പോകുമ്പം കളിക്കുന്നതല്ലാതെ കുഞ്ഞിക്ക് ഈ സ്വിമ്മിംഗ് പൂളിൽ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ കുഞ്ഞിക്ക് ഭയങ്കര പേടി, ആൾക്കാരെയൊക്കെ കണ്ടിട്ട് ഭയങ്കര പേടി. അവസാനം ഒരു കൊച്ച് വന്നു, അതിൻ്റെ അച്ഛനുണ്ടായിരുന്നു. അപ്പോൾ ഇത് കിഡ്സിൻ്റെ പൂളാണ്. ഓരോ സെക്ഷനായിട്ട് അവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം തൊട്ടാണ് അടുത്തടുത്ത് ഇങ്ങനെ വെച്ചേക്കാണ്. അപ്പോൾ അത് പിന്നെ വന്നിട്ട് ആ കുട്ടിയുടെ അച്ഛൻ വന്നിട്ടാണ് കുഞ്ഞിയെ വിളിച്ചിറക്കി കുഞ്ഞിയെ നീന്തലൊക്കെ ചെയ്യിപ്പിച്ച്. കുഞ്ഞിയുടെ അച്ഛൻ ഇന്ന് ഇറങ്ങിയില്ല. അപ്പം പുള്ളി ഡ്രസ്സ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ജസ്റ്റ് കുഞ്ഞിനെ ഒന്ന് ഇറക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പം പറയാണ് അടുത്ത പ്രാവശ്യം പോലെ അച്ഛയും കൂടെ ഇറങ്ങാൻ, എന്നാലേ കുഞ്ഞ് ഇച്ചിരി കൂടെ ധൈര്യമായിട്ടിരിക്കത്തുള്ളൂ എന്ന്. പക്ഷെ 1 hour ഉള്ളായിരുന്നു. 1 hourന് 150 രൂപയാണ് ഇവർ പേ ചെയ്യുന്നത്. 1 hour കഴിയുമ്പോൾ ഇവർ പറയും ഇത്ര വിളിച്ച് പറയും, നമ്മുടെ ടൈം ആയെങ്കിൽ പേര് വിളിച്ച് പറയും, നമ്മളന്നേരം ഇറങ്ങണം. അപ്പോൾ കുഞ്ഞ് പുള്ളി വന്ന് ഇങ്ങനെ ചുമ്മാ നീന്താനൊക്കെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ കുഞ്ഞ് ആദ്യം മടി കാണിച്ച് പിന്നെ പുള്ളി ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഉച്ചയായല്ലോ. അപ്പം നമ്മൾ മീനൊന്നും ഇല്ലായിരുന്നു, മീനൊക്കെ വാങ്ങാനായിട്ട് ഇറങ്ങി. ഭയങ്കര വെയിലാണ്. പിന്നെ അവിടെ കട്ട് ചെയ്ത് മേടിക്കും, അന്നേരം കട്ട് ചെയ്യുന്നതിന് എക്സ്ട്രാ പേയ്മെൻറ്റൊക്കെ കൊടുക്കണം. അപ്പം കട്ട് ചെയ്ത് മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ റൂമിൽ കൊണ്ടുവച്ച് വേസ്റ്റ് കട്ടിൻ്റെ അതിൻ്റെ വേസ്റ്റൊക്കെ ഇരിക്കുമല്ലോ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഫ്ലൈറ്റിലോട്ട് പോകാൻ ഇറങ്ങി. അപ്പം നമ്മൾ കരിമ്പിൻ ജ്യൂസൊക്കെ കുടിക്കാൻ വേണ്ടി കയറി. ചൂടത്ത് ഒരു തുള്ളി വെള്ളം കുടിച്ച് ഐസിട്ടൊരു വെള്ളം കുടിക്കുമ്പം എന്തൊരു സുഖമാണ്. അപ്പം ഇതിൻ്റെ അപ്പുറമാണ് ഇതിൻ്റെ അപ്പുറമാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പം കുടിച്ചിട്ട് വീട്ടിലോട്ടങ്ങ് കയറാമല്ലോ എന്ന് വിചാരിച്ചു. ബൈക്കിൽ ഇറങ്ങി. അപ്പം നല്ലപോലെ വെയിലുണ്ടല്ലോ, നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. പെട്ടെന്ന് പോയിട്ട് വരാമല്ലോ എന്ന് വെച്ച് ബൈക്ക് എടുത്ത് ഇറങ്ങിയതാണ്. അപ്പം ഇതാണ് കുഞ്ഞിയുടെ സ്വിമ്മിങ് സ്യൂട്ട്. അപ്പോൾ ഞാൻ ചേട്ടനെ എല്ലാവരും വെള്ളമൊക്കെ കുടിച്ച് എന്തൊരു ആശ്വാസമാണ്. വെള്ളം ലൈറ്റായിട്ട് ഒരു ഐസൊക്കെ ഇട്ട് ഉള്ളിലോട്ട് ചെന്നപ്പം എന്തൊരു സുഖം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു. ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക.